നമസ്കാരം, നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പി ടൗണിലെ റോഡ് നവീകരണത്തിന്റെ ഭാഗമായി വീണ്ടും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. വെള്ളി, ശനി ദിവസങ്ങളിലാണ് മേലെ പട്ടാമ്പിയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. പട്ടാമ്പി നിളാശുപത്രി മുതൽ ഷൊർണൂർ IPT കോളേജ് വരെയുള്ള റോഡ് നവീകരണത്തിന്റെ ഭാഗമായുള്ള നിർമ്മാണ പ്രവൃത്തികൾ ഇപ്പോൾ പട്ടാമ്പി ടൗണിലാണ് പുരോഗമിക്കുന്നത്. അലക്സ് തിയേറ്റർ മുതൽ മേലെ പട്ടാമ്പി സിഗ്നൽ ജംഗ്ഷൻ വരെയുള്ള ഭാഗത്തെ റബ്ബറൈസിംഗ് പ്രവൃത്തികൾക്കായി പാതയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ മാസം 10-ന് വെള്ളിയാഴ്ച രാവിലെ 6 മണി മുതൽ ശനിയാഴ്ച രാത്രി 10 മണി വരെയാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. റബ്ബറൈസിംഗ് പ്രവൃത്തികൾക്ക് വേണ്ടിയാണ് 2 ദിവസങ്ങളായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. പാലക്കാട് നിന്നും പട്ടാമ്പി ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ കുളപ്പുള്ളിയിൽ നിന്നും തിരിഞ്ഞ് വല്ലപ്പുഴ, മുളയങ്കാവ്, കൊപ്പം വഴി മേലെ പട്ടാമ്പി സിഗ്നൽ ജംഗ്ഷനിലൂടെ കടന്നു പോകണം. തിരിച്ചു പോകേണ്ട വാഹനങ്ങൾ ഈ പാത പിന്തുടരണം. പാലക്കാട് ഭാഗത്തു നിന്നും ഗുരുവായൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ കുളപ്പുള്ളി, ചെറുതുരുത്തി, കൂട്ടുപാത വഴിയും തിരിച്ചു പോകണം. പട്ടാമ്പി ടൗണിൽ റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. സിഗ്നൽ ജംഗ്ഷൻ മുതൽ കമാനം വരെയുള്ള ഭാഗത്തെ വീതി കൂട്ടുന്നതുൾപ്പെടെയുള്ള പ്രവൃത്തികളും പുരോഗമിക്കുന്നുണ്ട്. പൈപ്പിടൽ മാറ്റി സ്ഥാപിക്കുന്ന പ്രവൃത്തികളും ഇവിടെ തകൃതിയാണ്. അതേസമയം പട്ടാമ്പി ടൗണിൽ റോഡ് നവീകരണത്തിന്റെ ഭാഗമായുള്ള കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നത് തടഞ്ഞുകൊണ്ടുള്ള കോടതി സ്റ്റേ വന്നിട്ടുണ്ട്. ഏതാനും വ്യാപാരികൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സ്റ്റേ ഉണ്ടായിരിക്കുന്നത്. ഇത് മറികടക്കാനുള്ള നിയമ നടപടികളും ബന്ധപ്പെട്ടവർ സ്വീകരിച്ചു വരികയാണ്. തൃത്താല നാഗലശ്ശേരിയിൽ ശോചനീയാവസ്ഥയിലായ വീട് തകർന്നു വീണ് വീട്ടമ്മയ്ക്ക് പരിക്ക്. ലോക്കോമോട്ടർ ഡിസബിലിറ്റി ബാധിതനായ കുഞ്ഞുൾപ്പെടെ 2 കുട്ടികൾ അപകടത്തിൽ നിന്നും പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. തൃത്താല നാഗലശ്ശേരി പഞ്ചായത്തിലെ പിലാക്കാട്ടിരിയിൽ ബുധനാഴ്ച രാവിലെ 9 മണിയോടെയായിരുന്നു അപകടം. പിലാക്കാട്ടിരി സ്വദേശി മേനോത്ത് വീട്ടിൽ വിജയനും കുടുംബവും താമസിക്കുന്ന തറവാട്ട് വീടിന്റെ അടുക്കള ഭാഗമാണ് മേൽക്കൂരയടക്കം തകർന്ന് താഴേക്ക് പതിച്ചത്. സംഭവ സമയത്ത് വിജയന്റെ ഭാര്യ പ്രഭുതയും 7 വയസ്സുള്ള മകൻ ശ്രീദേവും മകൾ 8 വയസ്സുകാരി ദേവശ്രീയുമാണ് വീട്ടിലുണ്ടായിരുന്നത്. മകൻ ശ്രീദേവ് ലോക്കോമോട്ടർ ഡിസബിലിറ്റി ബാധിതനായി ചികിത്സയിൽ കഴിയുകയാണ്. വീട്ടിൽ അടുക്കള ജോലി ചെയ്യുന്നതിനിടെ ശോചനീയാവസ്ഥയിലായ വീടിന്റെ അടുക്കള ഭാഗം തകർന്നു വീഴുകയായിരുന്നു. അപകടത്തിൽ പ്രഭുതയുടെ കാലിന് പരിക്കേറ്റു. അപകടത്തിൽ നിന്നും 2 കുട്ടികൾ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയായിരുന്നുവെന്ന് വീട്ടമ്മ പറഞ്ഞു. ഞാൻ അടുക്കളയിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന സമയത്താണ് വീട് വീണ സൗണ്ട്, നല്ലൊരു സൗണ്ട് കേട്ടത്. നോക്കുമ്പോൾ വീട് വന്നു. പക്ഷെ അതിൻ്റെ ഒരു തൂണ് എൻ്റെ കാൽമീൻ കൊള്ളും ചെയ്ത്. പിന്നെ എൻ്റെ കൂടെ 2 കുഞ്ഞു കുട്ടികളുണ്ടായിരുന്നു. എൻ്റെ രണ്ടാമത്തെ കുട്ടിക്ക് ഡിസബിലിറ്റി ഉള്ള കുട്ടിയാണ്. ആ കുട്ടിയാണ് എൻ്റെ കൂടെ ഉണ്ടാവുന്നത്. എന്തോ ആ ഭാഗ്യത്തിനാണ് കുട്ടി രക്ഷപ്പെട്ടതെന്ന് പറയാം. പിന്നെ ലൈഫിന് കൊടുത്തിട്ട് കുറേ എന്ന് പറഞ്ഞാൽ മിനിമം ഒരു 5 കൊല്ലങ്ങളേ ആയിട്ടുണ്ടാവും. ഇതുവരെ ഞങ്ങൾക്ക് പാസ്സായിട്ട് കിട്ടിയിട്ടില്ല. ഞാൻ പിന്നെ 2019 ഉണ്ണി ജനിച്ചത്. 2020 ആണ് ലൈഫിനോട്. അപ്പത്തെ വിയോ എന്നോട് ചോദിച്ചത് എന്താ കുട്ടിയുടെ സർട്ടിഫിക്കറ്റ് എന്താ വെക്കാണ്ടിരുന്നേന്നാ ചോദിച്ചത്. ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ അപ്പം ഞാൻ പറഞ്ഞു കുട്ടി 19 ജനിച്ചത്, 20 ആകുമ്പോഴേക്കും കുട്ടി നടക്കില്ല എന്നുള്ളത് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പം അതോടുകൂടെ പിന്നെ മുഖ്യമന്ത്രിക്ക് അയച്ചിട്ടുണ്ട്, പ്രധാനമന്ത്രിക്ക് അയച്ചിട്ടുണ്ട്, പാലക്കാട് ജില്ലാ കളക്ടർക്ക് അയച്ചിട്ട്. പാലക്കാട് ജില്ലാ കളക്ടർക്ക് അയച്ചിട്ട് വിയോ വന്ന് നോക്കി പോയതാ. വേറൊരു റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഈ വീട്ടിൽ തന്നെ ഞങ്ങൾ ഇതാവുന്നത് ഇതില് പരിച്ചായി ഇതിലില്ലാത്ത മൃഗങ്ങളൊന്നും ഇല്ല. മനുഷ്യന്മാര് ഞങ്ങൾ 4 പേരുണ്ട്. അത്യാവശ്യത്തിന് മൃഗങ്ങളും ഉണ്ട് ഞങ്ങളുടെ വീട്ടില്. നിലവിൽ ഇവർ താമസിച്ചു വരുന്ന തറവാട് വീട് ഏതു നിമിഷവും തകർന്ന് നിലം പതിക്കാവുന്ന അവസ്ഥയിലാണ്. വീടിന്റെ മുറികളുടെ മേൽക്കൂരകൾ പൂർണ്ണമായും തകർന്നു കിടക്കുകയാണ്. ചുമരുകളും വിണ്ടുകീറി ചിതലരിച്ച ജനലുകളും തകർന്ന വാതിലുകളുമുള്ള വീട്ടിൽ നിലവിൽ ദുരിത ജീവിതം നയിച്ചു വരികയാണ് കുടുംബം. ഇതിനിടെ വീട് തകർന്ന് അപകടവും പരിക്കുകളും ഏറ്റതോടെ ഇനി എങ്ങോട്ട് പോകണമെന്ന ആശങ്കയിലാണ് ഇവർ. വീടിനോട് ചേർന്ന തങ്ങളുടെ സ്ഥലത്ത് വീട് നിർമ്മിക്കാൻ 2020 മുതൽ അപേക്ഷകൾ നൽകിയും അധികൃതരെ കാണാൻ ഓഫീസുകൾ കയറിയിറങ്ങിയും വർഷങ്ങൾ തള്ളി നീക്കുകയായിരുന്നു വിജയനും കുടുംബവും. എന്നാൽ അപേക്ഷകൾ എത്ര നൽകിയിട്ടും വർഷങ്ങൾ പിന്നിട്ടിട്ടും വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഇവർക്കായില്ല. നിലവിൽ വിജയൻ ഓട്ടോറിക്ഷ ഓടിച്ചു ലഭിക്കുന്ന വരുമാനം മാത്രമാണ് കുടുംബത്തിന്റെ ഏക ആശ്രയം. വീട് തകർന്ന വിവരമറിഞ്ഞ് BJP നേതാവ് മണികണ്ഠൻ ബലാപ്പറമ്പിൽ ഉൾപ്പെടെയുള്ളവർ കുടുംബത്തെ വീട്ടിലെത്തി സന്ദർശിച്ചു. 10 വർഷങ്ങൾ പിന്നിട്ടിട്ടും പൂർത്തിയാകാതെ കൂടല്ലൂർ കുട്ടക്കടവ് റെഗുലേറ്റർ പദ്ധതി. തൃത്താലയുടെ നീണ്ട നാളത്തെ ആവശ്യത്തിന്റെയും കാത്തിരിപ്പിന്റെയും ഫലമായി 2015 തുടക്കമിട്ട കൂടല്ലൂർ കുട്ടക്കടവ് റെഗുലേറ്റർ പദ്ധതിയാണ് പൂർത്തിയാകാതെ കിടക്കുന്നത്. 10 വർഷത്തിനിടെ വിവിധ ഘട്ടങ്ങളിലായി രൂപരേഖ മാറ്റം, അധിക തുക അനുവദിക്കൽ, വിശദ പഠനങ്ങൾ ഉൾപ്പെടെയുള്ളവ നടന്നെങ്കിലും പദ്ധതി എന്നും പൂർത്തിയാക്കാനാവാതെ കിടക്കുകയാണ്. 2015 VT ബൽറാം MLA ആയിരുന്ന കാലത്ത് കുടലൂരിനെയും
ഇരുമ്പിളിയം മങ്കേരിക്കരയെയും ബന്ധിപ്പിച്ച് തൂതപ്പുഴയും ഭാരതപ്പുഴയും സംഗമിക്കുന്ന കൂട്ടുകടവിൽ പദ്ധതി തുടങ്ങി. 50 കോടി രൂപ ചെലവിൽ നബാർഡിന്റെ RIDF സ്കീമിലായിരുന്നു പണികൾക്ക് തുടക്കം കുറിച്ചത്. പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ 6 പഞ്ചായത്തുകളിൽ 2000 ഹെക്ടർ കൃഷിക്കും ജലസേചനത്തിനായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം. എന്നാൽ മുൻവർഷങ്ങളിലെ പ്രളയങ്ങളിലുയർന്ന ഭാരതപ്പുഴയുടെ ജലനിരപ്പ് നിലവിലെ രൂപരേഖയിലുള്ള റെഗുലേറ്ററിനെ താങ്ങാവുന്നതിലും കൂടുതലായിരുന്നു. ഇതോടെ നിർമ്മാണം നിലച്ചു. ഇതിനകം ഇവിടെ 32 കോടിയിലധികം പദ്ധതി പ്രവർത്തനങ്ങൾക്കായി ചിലവിട്ടിരുന്നു. മെക്കാനിക്കൽ വിഭാഗം ഷട്ടറുകൾ വരെ തൃത്താല കുടലൂർ റോഡരികിൽ എത്തിച്ചിരുന്നു. ഈ ഷട്ടറുകളും അനുബന്ധ ഭാഗങ്ങളും വർഷങ്ങളായി റോഡരികിൽ മഴയും വെയിലുമേറ്റ് കാടുകയറി കിടക്കുകയാണ്. ഇതിനിടെ പുതിയ രൂപരേഖ തയ്യാറാക്കുന്നതിനായുള്ള ശുപാർശ തിരുവനന്തപുരത്തെ ജലസേചന വകുപ്പ് ഓഫീസിൽ അനുമതിക്കായി കാത്തുകിടന്നു. അനിശ്ചിതത്വത്തിലായിരുന്ന പദ്ധതിക്ക് പിന്നീട് വീണ്ടും ജീവൻ വെക്കുന്നത് 2022-ലായിരുന്നു. നിർത്തിവച്ച പണികൾ പുനരാരംഭിക്കാൻ സ്ഥലം MLAയും മന്ത്രിയുമായ MP രാജേഷിന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പ് അധികാരികളെയും നാട്ടുകാരെയും ജനപ്രതിനിധികളെയും യോഗം ചേർന്നു. ഇതോടെ നടപടികൾക്ക് വേഗം നൽകി. ഇതോടെ 2025-ൽ റെഗുലേറ്ററിന്റെ 90% സിവിൽ ജോലികളും പൂർത്തിയായി. എന്നാൽ മെക്കാനിക്കൽ ജോലികൾ തുടങ്ങിയില്ല. കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് മെക്കാനിക്കൽ വിഭാഗം ജോലികൾക്ക് അനുമതി ലഭിച്ചത്. നിലവിൽ റെഗുലേറ്ററിന് മുകൾ ഭാഗത്തെ കൈവരി നിർമ്മാണം ഉൾപ്പെടെയുള്ള ജോലികൾ നടന്നുവരികയാണെങ്കിലും പ്രവൃത്തികൾ ഇപ്പോഴും മന്ദഗതിയിലാണെന്ന ആരോപണവും ഒരു വിഭാഗം നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ ശാസ്ത്രമേള നരിപ്പറമ്പ് ഗവൺമെന്റ് UP സ്കൂളിൽ തുടക്കമായി. 3 ദിവസങ്ങളിലായാണ് മേള നടത്തുന്നത്. ആദ്യ ദിനത്തിൽ IT മേളയും ഗണിതശാസ്ത്രമേളയുമാണ് നടന്നത്. തിരുവേഗപ്പുറ നരിപ്പറമ്പ് ഗവൺമെന്റ് UP സ്കൂളാണ് പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. 3 ദിവസങ്ങളിലായാണ് ശാസ്ത്രോത്സവം നടത്തുന്നത്. ബുധനാഴ്ച രാവിലെ തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK അസീസ് മേളയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു. ഏതായാലും മറ്റു മേളകളിൽ നിന്ന് വ്യത്യസ്തമായി ശാസ്ത്രോത്സവം എന്ന് പറയുമ്പോൾ ശാസ്ത്രമേള എന്നായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ നമ്മളൊക്കെ ഈ മേളയെ പ്രയോഗിച്ചിരുന്നത്. എന്നാൽ ഉത്സവം എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ശാസ്ത്രോത്സവം എന്നുള്ള അർത്ഥത്തിലേക്ക് ഇതിനെ മാറ്റിയത്. ശാസ്ത്രവും ശാസ്ത്രജ്ഞരും ഒക്കെ നമ്മുടെ ഇടയിൽ നിന്ന് തന്നെയാണ് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലും നമ്മുടെ രാജ്യത്തൊക്കെ പുതിയ പുതിയ കണ്ടെത്തലുകൾക്കും അതല്ലെങ്കിൽ കണ്ടെത്തലുകൾക്ക് നിദാനമാകുന്ന രീതിയിൽ കഴിവും ശേഷിയും ബുദ്ധിപരമായാണെങ്കിലും അതല്ലെങ്കിൽ മറ്റൊരു തലത്തിലാണെങ്കിലും ഒക്കെ ഉള്ള ഒരുപാട് ആളുകൾക്കിടയിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. സ്വാഭാവികമായും പുതിയ തലമുറ നമ്മൾ അധ്യാപകർ ചിന്തിക്കുന്നതിനേക്കാൾ എത്രയോ ഉയരത്തിൽ ചിന്തിക്കാൻ കഴിവുള്ളവരാണ് എന്ന് നമുക്കൊക്കെ അറിയാം. ക്ലാസ് മുറികളിൽ അതൊക്കെ കണ്ടെത്തിയ ആളുകളാണ് ഓരോ അധ്യാപകരും. ഇത് നമ്മുടെ ഈ ഒരു ന്യൂജൻ മാത്രമല്ല, ഏറ്റവും ചെറിയ കുട്ടികളാണെങ്കിൽ വരെ ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗപ്പെടുത്തിയിട്ടുള്ള മൊബൈൽ ഫോൺ കയ്യിൽ കൊടുത്താൽ അറിയാതെ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയാണ് ഏറ്റവും നന്നായി ആ ഫോൺ ഉപയോഗിക്കുക. അതെങ്ങനെയാണ് എന്ന് നമുക്ക് അതിശയത്തോടെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കൂടി അത് അതിൻ്റെ ഒരു വസ്തുതയാണ് എന്ന് നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞ കാലത്ത് നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടികളുടെ ഒരുപാട് കഴിവുകൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കലാമേളയാണെങ്കിലും കായികമേളയാണെങ്കിലും ഒക്കെ അതിന് മറ്റൊരു തലമുണ്ട്. പക്ഷെ ശാസ്ത്രോത്സവം എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ നന്നായി പരിഗണിക്കേണ്ട. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് E. കാഞ്ചന രാഗേഷ് അധ്യക്ഷയായിരുന്നു. സ്കൂൾ പ്രധാനാധ്യാപിക KK ഹഫ്സത്ത്, തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷന്മാരായ M. രാധാകൃഷ്ണൻ, AK മുഹമ്മദ് കുട്ടി, ഗ്രാമപഞ്ചായത്ത് അംഗം M. അബ്ബാസ്, OP രാമദാസ്, പട്ടാമ്പി AEO സുമതി, BPC VP മനോജ്, സ്കൂൾ PTA പ്രസിഡന്റ് MP സുരേഷ്, MS ബഷീർ, VM പുരുഷോത്തമൻ, KV ശ്രീജ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് മത്സരങ്ങൾ ആരംഭിച്ചു. ആദ്യ ദിനത്തിൽ ഗണിതശാസ്ത്രമേളയാണ് നടന്നത്. പട്ടാമ്പി സബ് ജില്ലയിലെ 80ഓളം വിദ്യാലയങ്ങളിൽ നിന്നുമായി 4000ഓളം പ്രതിഭകളാണ് 3 ദിവസം നീണ്ടു നിൽക്കുന്ന ശാസ്ത്രോത്സവത്തിൽ പങ്കെടുക്കുന്നത്. വ്യാഴാഴ്ച പ്രവൃത്തി പരിചയമേള നടക്കും. LP മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള കുട്ടികളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. വെള്ളിയാഴ്ച സാമൂഹ്യശാസ്ത്രമേളയും സയൻസ് മേളയും നടക്കും.
വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെ മേളയ്ക്ക് സമാപനമാകും. കാട്ടുപന്നികൾ കൂട്ടമായെത്തി കൃഷി നശിപ്പിക്കുന്നത് പതിവായതോടെ കൃഷി തുടരാനാകാത്ത സ്ഥിതിയായെന്ന് ചാലിശ്ശേരി പഞ്ചായത്തിലെ കർഷകർ. ഇതോടെ കാട്ടുപന്നികളുടെ ഉപദ്രവത്തിൽ നിന്ന് കർഷകരുടെ ജീവനും കാർഷിക വിളകളും സംരക്ഷിക്കുക, നശിപ്പിക്കപ്പെടുന്ന കാർഷിക വിളകൾക്ക് തക്കതായ നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചാലിശ്ശേരിയിലെ കർഷകർ പഞ്ചായത്ത് കൃഷിഭവൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഞാറ്റടികൾ പോലും പന്നികൾ നശിപ്പിക്കാൻ തുടങ്ങിയതോടെ നെൽകർഷകർ പ്രതിസന്ധിയിലായി. പാരമ്പര്യമായി കൃഷി ഇറക്കിയിരുന്ന വാഴ, മരച്ചീനി, കൂവ, പച്ചക്കറികൾ, ഇഞ്ചി, മഞ്ഞൾ തുടങ്ങിയവയൊന്നും കൃഷി ചെയ്യാൻ കർഷകർക്കാകുന്നില്ല. അതിരാവിലെ കൃഷിയിടത്തിലേക്ക് പോകുന്ന കർഷകർക്ക് പന്നികളുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേൽക്കുന്ന സംഭവങ്ങളുണ്ടായി. റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികൾ പന്നികളെ ഭയന്ന് ജോലിക്ക് പോകാൻ തയ്യാറാവാതെയുമായി. ഇവയെ കൊന്നൊടുക്കാൻ അധികൃതർ അനുമതി നൽകിയിട്ടുണ്ടെങ്കിലും തൃത്താല മേഖലയിൽ കാര്യമായ ഗുണമുണ്ടായിട്ടില്ല. ഇതോടെയാണ് കർഷകർ കൃഷിഭവൻ മാർച്ചുമായി രംഗത്തിറങ്ങിയത്. CPM പ്രതിനിധി TP കുഞ്ഞുണ്ണി, കോൺഗ്രസ് പ്രതിനിധി ബാബു നാസർ, ലീഗ് പ്രതിനിധി യൂസഫ്, BJP പ്രതിനിധി KC കുഞ്ഞൻ, പാടശേഖര സമിതി ചാലിശ്ശേരി പഞ്ചായത്ത് കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികളായ സുനിൽ, മോഹനൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. 100-ലേറെ പന്നികളെ പിടിച്ചൊരു പഞ്ചായത്തുമില്ല. ഏറ്റവും കൂടുതൽ പന്നികളെ പിടിച്ചൊരു പഞ്ചായത്ത് എന്ന് പറയുന്നത് കപ്പൂരാണ്. 85 പന്നികളെയാണ് അവിടെ പിടിച്ചത്. 18 പന്നികളെയാണ് നാഗലശ്ശേരി പിടിച്ചത്. 65-70 പന്നികളാണ് തിരുമറ്റക്കോട് പിടിച്ചത്. അത് അത്ര തന്നെ പന്നികളാണ് തൃത്താല പിടിച്ചത്. അപ്പോൾ ഇത് മനസ്സിലായിട്ടില്ലല്ലോ. കപ്പൂര് ഏത് പഞ്ചായത്തായാലും കൃഷിക്കാരുടെ സഹായിക്കുക എന്നുള്ള ഒരുപാട് ഉത്തരവാദിത്വങ്ങളുടെ കൂട്ടത്തിൽ അതാത് പഞ്ചായത്തിലെ കൃഷിക്കാരെ സംരക്ഷിക്കുക എന്നുള്ളത് കൂടി പഞ്ചായത്തുകളെ ചുമതലപ്പെട്ട കാര്യം തന്നെയാണ്. അപ്പോൾ കൃഷിക്കാരെ സംരക്ഷിക്കാൻ മനസ്സില്ലാഞ്ഞിട്ടല്ല, പക്ഷെ കുറേ പരിമിതികളുണ്ട് ഗ്രാമപഞ്ചായത്തുകൾക്ക്. കൃഷിഭവനും പരിമിതികളുണ്ട്. ആ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. ചാലിശ്ശേരി പോലീസിന്റെ സംയോജിത അന്വേഷണ മികവിൽ യുവാവിന് നഷ്ടപ്പെട്ട സ്വർണ്ണ ലോക്കറ്റും രുദ്രാക്ഷമാലയും തിരികെ ലഭിച്ചു. മേഴത്തൂർ സ്വദേശിയായ വിഷ്ണുവിന് നഷ്ടപ്പെട്ട അരപ്പവൻ തൂക്കം വരുന്ന സ്വർണ്ണ ലോക്കറ്റും വെള്ളികെട്ടിയ രുദ്രാക്ഷമാലയുമാണ് തിരികെ ലഭിച്ചത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ജിഷ്ണുവിന് കൂറ്റനാട് വെച്ച് മാല നഷ്ടപ്പെട്ടത്. ചാലിശ്ശേരി സബ് ഇൻസ്പെക്ടർ തിങ്കളാഴ്ച T അരവിന്ദാക്ഷന്റെ നേതൃത്വത്തിൽ CCTV പരിശോധനകളിലൂടെ നഷ്ടപ്പെട്ട മുതൽ ലഭിക്കുകയായിരുന്നു. സബ് ഇൻസ്പെക്ടർ T അരവിന്ദാക്ഷനൊപ്പം സിവിൽ പോലീസ് ഓഫീസർമാരായ ആദർശ്, രാജൻ, PS രഞ്ജിത്ത് തുടങ്ങിയവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രമേളയ്ക്ക് പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. മേളയുടെ നടത്തിപ്പിനായി സ്വാഗത സംഘം രൂപീകരിച്ചു. പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവം ഇത്തവണ പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് നടത്തുന്നത്. ഈ മാസം 22, 23, 24 തീയതികളായാണ് ജില്ലാ ശാസ്ത്രോത്സവം നടത്തുന്നത്. ഇതിന്റെ ഒരുക്കങ്ങൾ തുടങ്ങി. മേളയുടെ നടത്തിപ്പിനായി സ്വാഗതസംഘം രൂപീകരിച്ചു. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സ്വാഗതസംഘ രൂപീകരണ യോഗം പട്ടാമ്പി നഗരസഭാ സ്ഥിരസമിതി അധ്യക്ഷൻ രാജൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ C സംഗീത അധ്യക്ഷയായിരുന്നു. ഒറ്റപ്പാലം DEO ബിജു തോമസ്, പട്ടാമ്പി AEO സുമതി എന്നിവർ വിശദീകരണം നടത്തി. സ്കൂൾ പ്രിൻസിപ്പൽ വിജയൻ, പ്രധാനാധ്യാപിക ഗീത, നഗരസഭാ സ്ഥിരസമിതി അധ്യക്ഷ ആനന്ദവല്ലി, PTA പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ, SMC ചെയർമാൻ അമീർ, നഗരസഭാ കൗൺസിലർ സുരേഷ്, PTA വൈസ് പ്രസിഡന്റ് അലി, വ്യാപാരി വ്യവസായി കോൺഗ്രസ് സമിതി പ്രതിനിധി സന്തോഷ്, മോഹൻദാസ് സിഡിയത്ത്, വിവിധ അധ്യാപക സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. നമുക്കറിയാം, മാനവരാശിയുടെ ഇന്നത്തെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ സുഖ സൗകര്യങ്ങൾക്കും പിന്നെ ശാസ്ത്രത്തിന്റെ വളർച്ചയാണ്. ആ ശാസ്ത്രം ഇനിയും വളരണമെങ്കിൽ നമുക്ക് നമ്മുടെ കുഞ്ഞുമക്കൾ ശാസ്ത്രജ്ഞരായി വളർന്നു വരേണ്ടതുണ്ട്. അതിനുള്ള ഒരു അവസരമാണ് നമ്മളിവിടെ ഒരുക്കി കൊടുക്കുന്നത്. നമുക്ക് ഭാവിയിലെ ശാസ്ത്രജ്ഞന്മാർ ഉരുത്തിരിഞ്ഞു വരാനുള്ള ഈ അവസരം വളരെ വിജയപ്രദമായി നല്ലൊരു ഉത്സവം തന്നെയായി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് പെൻഷൻ അസോസിയേഷന്റെ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. പട്ടാമ്പി വൈദ്യുതി ഭവന് പരിസരത്തായിരുന്നു സംഗമം സംഘടിപ്പിച്ചത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് പെൻഷൻ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമവും വിശദീകരണ പൊതുയോഗവും സംഘടിപ്പിച്ചത്. പട്ടാമ്പി കുമങ്കലിലുള്ള വൈദ്യുതി ഭവൻ പരിസരത്തായിരുന്നു പ്രതിഷേധ സംഗമം ഒരുക്കിയത്. EEFI ദേശീയ സെക്രട്ടറി C ഉണ്ണികൃഷ്ണൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. ട്രാൻസ്മിഷൻ മാത്രം പൊതുമേഖലയിൽ നിൽക്കുകയും വിതരണ രംഗം പൂർണ്ണമായും സ്വകാര്യവൽക്കരിക്കുകയും ചെയ്യുക എന്ന ഉദ്ദേശമാണ് കേന്ദ്ര ഗവൺമെന്റിനുള്ളത്. ഇതിനനുസരിച്ചുള്ള ഒരു നിയമ ഭേദഗതിയാണ് പാർലമെന്റിൽ ഇപ്പോൾ പാസാക്കാൻ വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഊർജ്ജകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് അത് വിട്ടു. ഊർജ്ജകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അത് ഫൈനൽ പ്രപ്പോസലായിട്ട് ക്യാബിനറ്റിന് സമർപ്പിച്ചു.
ഏത് പാർലമെന്റ് സെഷനിൽ വേണമെങ്കിൽ ഇന്ത്യയിലെ എല്ലാ പൊതുമേഖലാ ഇലക്ട്രിസിറ്റി വിതരണ കമ്പനികളെയും സ്വകാര്യവൽക്കരണത്തിലേക്ക് നയിക്കുന്ന, എല്ലാ ഭാഗത്തും സ്വകാര്യ കോർപ്പറേറ്റുകൾ വൈദ്യുതി വിതരണ രംഗത്തേക്ക് വരുന്ന നിയമം പാർലമെന്റ് പാസാക്കാം. പാർലമെന്റിൽ അവർക്ക് അതിനുള്ള ഭൂരിപക്ഷമുണ്ട്. സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഒരു പ്രപ്പോസലും അവർ അംഗീകരിച്ചില്ല. EV പറഞ്ഞ, കൃഷിക്കാർ പറഞ്ഞ, പ്രതിപക്ഷം പറഞ്ഞ ഒരു നിർദ്ദേശവും ഊർജ്ജകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പരിഗണിച്ചില്ല. സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഭൂരിപക്ഷം കേന്ദ്ര ഭരണകക്ഷിക്കാണ്. അതുകൊണ്ട് അവരുദ്ദേശിക്കുന്ന രൂപത്തിൽ ആ ബില്ല് പാർലമെന്റിൽ എപ്പോൾ വേണമെങ്കിൽ നിയമമാവാം. അതാകുന്നതിന് മുമ്പ് തന്നെ ഈ സ്മാർട്ട് മീറ്ററിംഗ് മുഖേന കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ബിഡിംഗ് മുഖേന ഫ്രാഞ്ചൈസികൾ രൂപീകരിച്ചുകൊണ്ട് ഒക്കെ സ്വകാര്യവൽക്കരിക്കാൻ നടപടികൾ സ്വീകരിക്കുകയാണ്. പട്ടാമ്പി ഡിവിഷൻ പ്രസിഡന്റ് K. നാരായണൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി P. ശിവദാസൻ, KCB WA സംസ്ഥാന കമ്മിറ്റി അംഗം AT മണികണ്ഠൻ, KCB OA സംസ്ഥാന കമ്മിറ്റി അംഗം AV ദേവദാസ്, KEOF സംസ്ഥാന കമ്മിറ്റി അംഗം മുഹമ്മദ് മുസ്തഫ, ഡിവിഷൻ സെക്രട്ടറി K. ശിവശങ്കരൻ, ട്രഷറർ E. സുഭാഷ് ബാബു തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ശൈത്യകാലത്തിന്റെ വരവറിയിച്ച് കൊയ്തൊഴിഞ്ഞ പാടശേഖരങ്ങളിൽ വിരുന്നെത്തി വിവിധയിനം ദേശാടന പക്ഷികൾ. പെരിങ്ങോട് മതുപ്പുള്ളി കൈപ്പഞ്ചേരി ക്ഷേത്രത്തിന് സമീപത്തുൾപ്പെടെ മേഖലയിലെ പാടശേഖരങ്ങളിൽ വിവിധയിനം ദേശാടന പക്ഷികൾ ഇരത്തേടി എത്തിക്കഴിഞ്ഞു. കൊയ്ത്തു കഴിഞ്ഞ പാടശേഖരങ്ങളിൽ തീറ്റ തേടിയാണ് ഇവ എത്തുന്നത്. വംശനാശ ഭീഷണി നേരിടുന്ന അപൂർവ ഇനം പക്ഷികൾ മുതൽ പാടത്തെ സ്ഥിരം വിരുന്നുകാരായ കൊക്കുമുണ്ടികൾ വരെ ഇക്കൂട്ടത്തിൽ നമുക്ക് കാണാം. വിവിധ വർണ്ണങ്ങളിലും രൂപത്തിലുമുള്ള ദേശാടന പക്ഷികളുടെ വയലുകളിലെ കൂട്ടം കൂട്ടമായുള്ള തീറ്റ തേടലും ഒരുമിച്ചുള്ള പറന്നുയരലുമെല്ലാം മനോഹര കാഴ്ച കൂടിയാണ് സമ്മാനിക്കുന്നത്. ക്ഷേത്ര ദർശനത്തിനായി പോകുന്നവർക്കും ഇതൊരു വേറിട്ടനുഭവം തന്നെയാണ്. നീർത്തടങ്ങളിലെ മത്സ്യം, തവള, ഞണ്ട്, ചെറിയ ഇഴജന്തുക്കൾ എന്നിവയാണ് ഇവയുടെ ഇഷ്ടഭക്ഷണങ്ങൾ. ചെറിയ ചൂളാൻ എരണ്ട, പുളിച്ചുണ്ടൻ താറാവ് എന്നിവയും ഇവിടെ ചില സമയങ്ങളിൽ തീറ്റ തേടി എത്താറുണ്ട്. ഇതോടെ നിളയൊരു വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.